എവൺ എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 4th ചാപ്റ്ററാണ്, ദാരിദ്ര്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എന്താണ് ദാരിദ്ര്യം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ആരാണ്, ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്, ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ഏതൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ ലഭ്യമല്ലാത്തൊരു അവസ്ഥ, അതാണ് നമുക്ക് ദാരിദ്ര്യം എന്നതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇന്ത്യയിലെ ദരിദ്രരുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ്? പോഷകാഹാരക്കുറവ്, നിരക്ഷരത, അനാരോഗ്യം, ഭൂരഹിതർ, അതുപോലെ തന്നെ തൊഴിൽ വൈദഗ്ധ്യത്തിൻ്റെ അഭാവം, സാമ്പത്തിക അവസരക്കുറവ്, സ്ഥിരജോലിയില്ലായ്മ, വീടുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ, ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം, കൂടിയ ശിശുമരണ നിരക്ക്, ഉയർന്ന മാതൃമരണ നിരക്ക് എന്നിവയെല്ലാം ഇന്ത്യയിലെ ദരിദ്രരുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. എങ്ങനെയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നത്? എന്താണ് ദാരിദ്ര്യരേഖ? ദാരിദ്ര്യരേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ ജനങ്ങളെ ദരിദ്രരെന്നും ദരിദ്രരല്ലാത്തവരെന്നും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. നമുക്ക് എല്ലാവർക്കും അറിയാം APL BPL കാറ്റഗറി തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അല്ലേ? ഒരു പ്രത്യേക ഇൻകം ആ ഇൻകത്തിനേക്കാൾ താഴെയുള്ളവരെ നമ്മൾ എന്തെന്ന് പറയും? BPL കാറ്റഗറി, ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയും. അതിനേക്കാൾ മുകളിലുള്ളവരെ APL, എബോവ് പോവർട്ടി ലൈൻ എന്ന് പറയും, അല്ലേ? ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോര മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭക്ഷണം ഒരു മാസം ഗ്രാമപ്രദേശങ്ങളിലെ വ്യക്തികൾ ഒരു ദിവസം 2400 കലോറിയും, നഗരപ്രദേശങ്ങളിലെ വ്യക്തികൾക്ക് 2100 കലോറി മൂല്യമുള്ള ഭക്ഷണം ഒരു ദിവസം ലഭിക്കാത്ത അവസ്ഥ, അതിനെയാണ് ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യരേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രദേശങ്ങളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കായിക അധ്വാനം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കലോറി മൂല്യം ആവശ്യമാണ്. ഇന്ത്യയിലെ 2000 കണക്കനുസരിച്ച് ഗ്രാമപ്രദേശത്ത് 328 രൂപയും നഗരപ്രദേശങ്ങളിൽ 454 രൂപയും പ്രതിമാസം ചിലവാക്കാൻ കഴിയാത്തവരെയാണ് ആസൂത്രണ കമ്മീഷൻ ദരിദ്രരായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കണക്കനുസരിച്ച്, അതായത് 2012 പുതിയ കണക്കനുസരിച്ച് ഗ്രാമപ്രദേശത്ത് 816 രൂപയും നഗരപ്രദേശങ്ങളിൽ 1000 രൂപയും ലഭ്യമല്ലാത്ത അവസ്ഥ, അതിനെയാണ് ആസൂത്രണ കമ്മീഷൻ ദരിദ്രരേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളിതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്. പ്രധാനമായ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ: കുറഞ്ഞ വരുമാനം, ആസ്തിയില്ലായ്മ, തൊഴിലില്ലായ്മ, അസമത്വം, സാമൂഹിക ഒറ്റപ്പെടൽ, അതുപോലെ ഉയർന്ന ജനസംഖ്യ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, കുറഞ്ഞ ഡിമാൻഡ്, സാമൂഹിക സാമ്പത്തിക സുരക്ഷയുടെ അഭാവം, അതുപോലെ കാര്യക്ഷമമല്ലാത്ത ഭൂപരിഷ്കരണ നടപടികൾ, അതെല്ലാം ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്, പൊതുവായിട്ടുള്ള കാരണങ്ങളാണ്. ഇനി ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ള നടപടികൾ ഏതൊക്കെയാണ്? അത് ഓരോ പദ്ധതികളും അത് സ്ഥാപിതമായ വർഷം എന്നാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ റെഗുലർ സ്റ്റുഡൻസിനാണെങ്കിൽ ഇത് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത്രയൊന്നും നമുക്കില്ല. അതായത് തുല്യത പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും ഭാഗങ്ങൾ അതിനകത്ത് വരുന്നില്ല. അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് സാമൂഹിക വികസന പദ്ധതി. അത് 1952 ആരംഭിച്ചത്. കാർഷിക വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, മനുഷ്യ വിഭവശേഷി വികസനം എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് വരൾച്ച ബാധിത പ്രദേശങ്ങൾ വേണ്ടിയിട്ടുള്ള പദ്ധതി. അത് 1973 ആരംഭിച്ചത്. വരൾച്ചയുടെ ആഘാതം കുറയ്ക്കുക, കൃഷിയും കന്നുകാലി സമ്പത്തും സംരക്ഷിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്താണ് കമാൻഡ് ഏരിയ വികസന പദ്ധതി. അത് ആരംഭിച്ചത് 1974 കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക,
സംഭരണം, ജലസംഭരണം മുതലായവ ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് മൂന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളല്ല. അതേപോലെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിനിമം നീഡ്സ് പ്രോഗ്രാം. 1974 ഇത് ആരംഭിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, വയോജന വിദ്യാഭ്യാസം തുടങ്ങുക, വൈദ്യുതീകരണം, ഭവന നിർമ്മാണം മുതലായവയെ വിപുലപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്തതാണ് 20 ദിന പരിപാടി. 1975 ഈ 20 ദിന പരിപാടി ആരംഭിച്ചത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യസുരക്ഷ, എല്ലാവർക്കും വീട്, പരിസ്ഥിതി സംരക്ഷണം മുതലായവ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. അടുത്തതാണ് ജോലിക്ക് പകരം ഭക്ഷണം പദ്ധതി. 1977 ഈ പദ്ധതി ആരംഭിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുക, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ്. അടുത്ത പദ്ധതിയാണ് ഗ്രാമീണ യുവതിയുവാക്കൾക്കായുള്ള സ്വയം തൊഴിലിന് വേണ്ടിയുള്ള പദ്ധതി. അത് വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. 1979 ഇത് ആരംഭിച്ചത്. തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള മാർഗം നൽകുക, സാങ്കേതിക പരിശീലനം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്തതാണ് സംയോജിത ഗ്രാമവികസന പദ്ധതി. 1980 ഇത് ആരംഭിച്ചത്. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുമുള്ള പദ്ധതിയാണിത്. അടുത്തതാണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. ഇത് ആരംഭിച്ച 1980 ഗ്രാമീണർക്ക് കുറഞ്ഞത് 100 ദിവസമെങ്കിലും തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗ്രാമീണ ഭൂരഹിതർക്കായുള്ള തൊഴിലുറപ്പ് പദ്ധതി 1982 ഇത് ആരംഭിച്ചത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഭൂരഹിതരുടെ ഉന്നമനമാണ്. ദെൻ ഇന്ദിര ആവാസ് യോജന. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർക്ക് ഭവന നിർമ്മാണത്തിനുള്ള സഹായം നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 1985 ഇത് ആരംഭിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി 1993 ഗ്രാമീണ കൈത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തിൽ 100 ദിവസം തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരാസ്കർ യോജന 1999 ദരിദ്രരുടെ സ്വയം സഹായ സംഘം രൂപീകരിക്കുക, സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിയ എന്നിവ ലക്ഷ്യമാക്കി ഉടലെടുത്ത പദ്ധതിയാണിത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ്. അതിപ്പോൾ അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. 2005 ഇത് ആരംഭിച്ചത്. ഒരു വീട്ടിലെ ഒരു വ്യക്തിക്കെങ്കിലും 100 തൊഴിൽ ദിനങ്ങൾ കൊടുക്കുക, അതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ 1-2 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണ്ണയിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ദാരിദ്ര്യരേഖ നിർണ്ണയിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം ദാരിദ്ര്യരേഖ നിർണ്ണയിക്കാനായിട്ട് എടുത്ത ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു തടവുകാരന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹം ഈ ജയിൽ ജീവിത ചെലവ് സൂചിക എന്നുള്ള ആ ഒരു സൂചിക ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജയിൽ ജീവിത ചെലവ് സൂചിക ആരംഭിച്ചത് അല്ലെങ്കിൽ ആദ്യമായിട്ട് കണക്കാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ എന്നും എക്സാമിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് അത്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ ഇതിൽ നിന്ന് എസ്എ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് ദാരിദ്ര്യരേഖ എന്ന് ചോദിക്കാം, അതിൻ്റെ കാരണം ചോദിക്കാം, നിർമ്മാർജ്ജനം ചെയ്യാൻ ഗവൺമെൻറ് തുടങ്ങിയ പദ്ധതികൾ ഏതെല്ലാമാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.